എന്താണ് ഫാറ്റ് ലിവർ ഡിസീസ്? കരളിൽ അമിതമായി കൊഴുപ്പടിയുന്നതിനെയാണ് നമ്മൾ ഫാറ്റ് ലിവർ ഡിസീസ് എന്ന് പറയുന്നത്. അമിതമായി കൊഴുപ്പടിഞ്ഞിട്ട് ശേഷം കരൾ വീങ്ങുന്നതിനും കലകൾ വീണ് ഫൈബ്രോസിസ് എന്ന സ്റ്റേജിലേക്ക് പോകുന്നതിനും അത് അൾട്ടിമേറ്റ്ലി സിറോസിസ് സ്റ്റേജിലും ഒരുപക്ഷെ ക്യാൻസർ വരേക്കും ഫാറ്റ് ലിവർ ഡിസീസ് പോയേക്കാം. ആർക്കൊക്കെ ഫാറ്റ് ലിവർ രോഗം ബാധിക്കപ്പെടാം? ഫാറ്റ് ലിവർ ഡിസീസിനെ നമുക്ക് രണ്ടായി തിരിക്കാം. മദ്യപിക്കുന്ന ആൾക്കാർക്ക് വരുന്ന ഫാറ്റ് ലിവർ ഡിസീസ്, അതല്ലാതെ മദ്യപിക്കാത്തവർക്കും വരുന്ന ഡിസീസ് ഉണ്ട്. അപ്പോൾ മദ്യപിക്കാത്ത ആർക്കൊക്കെ ഫാറ്റ് ലിവർ ഡിസീസ് വരാം? പ്രമേഹമുള്ളവർ, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോളിൻ്റെ അസുഖം, പൊണ്ണത്തടി, ചില മരുന്നുകളുടെ ഉപയോഗം, അത് മാത്രമല്ല മഞ്ഞപ്പിത്തം ഉണ്ടാക്കുന്ന ചില കൃമികൾ, വൈറൽ ഹെപ്പറ്റൈറ്റിസിൻ്റെ സാന്നിധ്യം, ഇവയെല്ലാമാണ് ഫാറ്റ് ലിവർ ഡിസീസ് ഉണ്ടാവാൻ കാരണമാകുന്നത്. എന്തൊക്കെയാണ് ഫാറ്റ് ലിവർ ഡിസീസിൻ്റെ ലക്ഷണങ്ങൾ? പൊതുവേ ഫാറ്റ് ലിവർ ഡിസീസ് ബാധിക്കപ്പെട്ട ആളുകൾക്ക് ലക്ഷണങ്ങളൊന്നും കാണാറില്ല. നമ്മൾ വേറെ ഏതെങ്കിലും ആവശ്യത്തിന് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ഫാറ്റ് ലിവർ ഡിസീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് രോഗികൾ വരാറുണ്ട് ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക്. അതല്ലാതെ ഫാറ്റ് ലിവർ ഡിസീസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ അസ്വസ്ഥതകൾ വരാമെന്ന് ചോദിച്ചാൽ, വയറിൻ്റെ വലത് ഭാഗത്ത് മോൾ വശത്തായി ഒരു വേദനയോ അസ്വസ്ഥതയോ, അതല്ല കരൾ വീക്കം വന്നതിന് ശേഷം മഞ്ഞപ്പിത്തം, ഓക്കാനം, ഛർദി മുതലായ ലക്ഷണങ്ങൾ കാണിച്ചേക്കാം. ഒരു പക്ഷേ പേഷ്യൻ്റ് സിറോസിസ് സ്റ്റേജിൽ പോയതിനു ശേഷം വയറിൽ നീര് കെട്ടുക, ആന്തരിക രക്തസ്രാവം, പെരുമാറ്റ വ്യതിയാനങ്ങൾ മുതലായവയും കണ്ടുവന്നേക്കാം. അതല്ല ലിവർ ക്യാൻസറിലേക്ക് പോകുമ്പോൾ അതിനെക്കാട്ടിലും കാഠിന്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുമായിട്ടായിരിക്കാം പേഷ്യൻസ് ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക് എത്തുക. ഫാറ്റ് ലിവർ ഡിസീസ് എങ്ങനെ കണ്ടുപിടിക്കാം? ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മിക്ക രോഗികളും വേറെ ഏതെങ്കിലും ആവശ്യത്തിനായി അൾട്രാസൗണ്ട് സ്കാൻ എടുത്തിട്ടായിരിക്കാം ഒരുപക്ഷെ ഡോക്ടറിൻ്റെ അടുത്ത് ഫാറ്റ് ലിവർ ഡിസീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വരിക. അത് അൾട്രാസൗണ്ടിലൂടെ ഞാൻ പറഞ്ഞ പോലെ ഫാറ്റ് ലിവർ ഡിസീസ് നമുക്ക് കണ്ടുപിടിക്കാം. CT സ്കാനിലും വ്യക്തമാകും. പക്ഷേ യൂഷ്വലി CT സ്കാനിൻ്റെ ആവശ്യം വരാറില്ല. നൂതനമായിട്ടുള്ളൊരു ടെക്നോളജിയാണ് ഫൈബ്രോ സ്കാൻ അഥവാ ഇലാസ്റ്റോഗ്രാഫി. അതിൽ ഏത് ഗ്രേഡിലാണ് ഫാറ്റ് ലിവർ ഡിസീസ് ഉള്ളത്, അതല്ല ഫാറ്റ് ലിവർ ഡിസീസ് അനുബന്ധിച്ചുള്ള ഫൈബ്രോസിസ് സ്റ്റേജ്, അതായത് നമ്മൾ ലിവറിൽ കലകൾ വീഴുന്ന അവസ്ഥ, ഇതിലെല്ലാം പോയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് കൂടുതൽ വ്യക്തമായി മനസ്സിലാവും. അതല്ലാതെയുള്ള ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ടെസ്റ്റ് ഉണ്ട്. അതിൽ നമുക്ക് ഈ ഫാറ്റ് ലിവർ ഡിസീസിൻ്റെ തീവ്രത ഏത് തരത്തിലാണ്, SGOT, SGPT, നിങ്ങൾ കേട്ടിട്ടുള്ള പോലെ തന്നെ SGOT, SGPT ടെസ്റ്റുകളിൽ എന്തെങ്കിലും വ്യതിയാനമുണ്ടോ എന്നൊക്കെ ഒരു ഡോക്ടറിന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് എങ്ങനെ നിശ്ചയിക്കണമെന്നുള്ളത് ഈ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് കൂടുതൽ നമുക്ക് പറഞ്ഞു തരും. നമുക്ക് ചിലപ്പോൾ ഈ ഫാറ്റ് ലിവർ ഡിസീസുമായി അനുബന്ധിച്ച് വേറെ ഏതെങ്കിലും അസുഖമുണ്ടോ, അല്ലെങ്കിൽ ഡയഗ്നോസിസിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ, അതല്ല ഫാറ്റ് ലിവർ ഡിസീസിൻ്റെ തീവ്രത ഏത് ഡിഗ്രിയിലേക്ക് പോയിട്ടുണ്ടെന്നൊക്കെ മനസ്സിലാക്കാൻ ലിവർ ബയോപ്സി വളരെ ചെറിയ കേസുകളിലാണെങ്കിൽ പോലും ആവശ്യമായി വന്നേക്കാം. എന്തൊക്കെയാണ് ഫാറ്റ് ലിവർ ഡിസീസിനായിട്ടുള്ള ചികിത്സാ രീതികൾ? നിങ്ങൾ മദ്യപിക്കുന്ന ആളാണെങ്കിൽ മദ്യപാനം നിർത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. മദ്യപാനം നിർത്തുന്നതിലൂടെ ഫാറ്റ് ലിവർ ഡിസീസിൻ്റെ പ്രോഗ്രഷൻ നമുക്ക് തടയാൻ പറ്റും. അതുകൂടാതെ ബാക്കി എല്ലാ അസുഖങ്ങൾക്കും നമ്മൾ പറയുന്ന പോലെ റെഗുലർ ആയിട്ടുള്ള എക്സസൈസ്, എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ 5 ദിവസമെങ്കിലും ഒരു 20 മിനിറ്റ് നിങ്ങൾ എക്സസൈസ് ശീലിച്ചിരിക്കണം. അതുപോലെ തന്നെ ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ പോലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസിൻ്റെ കൺട്രോൾ. അതല്ലാതെ തന്നെ നമുക്ക് ഫാറ്റ് ലിവർ ഡിസീസിനായി പുതുതായിട്ടുള്ള നൂതനമായ ചികിത്സാ രീതികളുണ്ട്. അത്തരത്തിലുള്ള മെഡിസിൻസ് നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റിനെ കണ്ട് ചികിത്സകൾ ആരംഭിക്കുക. ഫാറ്റ് ലിവർ ഡിസീസിനെ തടയുക.